സംക്ഷിപ്തമായ ബ്രീഫായിട്ടുള്ള ആ ഖുർആൻ, അറബിയിലുള്ള ഖുർആൻ തഫ്സീറിനെ ഉപജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പരിഭാഷ തയ്യാറാക്കിയത് എന്ന് അദ്ദേഹം അതിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. സ്വഹീഹ് ബുഖാരിയും അതുപോലെ തന്നെ തഫ്സീറുൽ ജലാലീനിയുമാണ് അദ്ദേഹത്തിൻ്റെ അവലംബം എന്ന്. അറബി പഠിച്ചുകൊണ്ട് ഖുർആൻ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ആളാണ്. ബ്രിട്ടീഷ് പ്രീസ്റ്റായിരുന്ന, പിന്നീട് ഇസ്ലാമിൻ്റെ വെളിച്ചം കിട്ടാൻ സൗഭാഗ്യം ലഭിച്ച മാർമടിയൊക്കെ കൊടുത്താണ് അദ്ദേഹം. അതിൻ്റെ ആമുഖത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പറ്റില്ല എന്നാണ് ഓൾഡ് ഫാഷൻ്റെ ഉലമാഇൻ്റെ അഭിപ്രായം, പഴയ പണ്ഡിതന്മാരുടെ അഭിപ്രായം. എൻ്റെ വീക്ഷണവും അതുതന്നെയാണ്. ആ ഖുർആൻ്റെ തനതായ ശബ്ദാവലി അത് ശ്രോതാവിനെ കരയിക്കാനും ആനന്ദത്തിൽ ആറാടിക്കാനും പോന്നതാണ് എന്ന് പറയുന്നു. ആ പരിശുദ്ധ ഖുർആൻ, അതിന് ജലാലൈനിയുടെ തഫ്സീർ ഇമാം ജലാലുദ്ദീൻ മഹല്ലി എഴുതി, ഇമാം ജലാലുദ്ദീൻ സുയൂത്തി, അങ്ങനെ രണ്ട് ജലാൽ, ഗംഭീര്യമാർന്ന രണ്ട് പണ്ഡിതന്മാർ എഴുതിയ ഈ ഗ്രന്ഥം ഉണ്ടായ കാലം മുതൽ അതിനെയാണ് മുസ്ലിം ലോകം ഏറ്റവും കൂടുതൽ അംഗീകാരം നൽകുകയും ആ ഗ്രന്ഥത്തിൻ്റെ സൗരഭ്യം അത് ഈ രണ്ട് ലോകത്തും ഈ ലോകത്ത് കിഴക്കും പടിഞ്ഞാറും അതിൻ്റെ സൗരഭ്യം പരന്നതിനെക്കുറിച്ച് ബാവ മുസ്ലിയാർ വളരെ മനോഹരമായിട്ട് ഈ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നുണ്ട്. ബാവ മുസ്ലിയാർ ഈ മുഖദ്ദിമയിൽ, ഇതിൻ്റെ മുഖദ്ദിമത്തുൽ കിതാബ്, ഈ ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ ബാവ മുസ്ലിയാർ പറയുന്നു, ഈ ജലാലൈനി തഫ്സീർ അതിൻ്റെ ആവിർഭാവത്തോടു കൂടി എന്ത് സംഭവിച്ചു മുസ്ലിം ലോകത്ത്? ഫഹാദ തഫ്സീർ ഖദ് അഅ്തറഫ ബിഫദ്ലിഹി ഉലമാഉൽ അംസാർ. മുസ്ലിം ലോകത്തെ വിവിധ നഗരങ്ങളിലുള്ള മഹാപണ്ഡിതന്മാർ ഇതിൻ്റെ മഹത്വം അംഗീകരിച്ചു എന്ന് മാത്രമല്ല, കമാ അഅ്തറഫ ബിഫദ്ലി സാഹിബൈഹി ഉലമാഉൽ അംസാർ. കാലങ്ങൾ വിവിധ കാലഘട്ടങ്ങളിൽ ജീവിച്ച മഹാപണ്ഡിതന്മാർ ഇതിൻ്റെ രണ്ട് രചയിതാക്കളുടെയും മഹത്വം അംഗീകരിക്കുകയും ഹത്താ സാറത്ത് ബി സദാമദാഇഹി റിയാഹുൽ ഖാഫിഖൈൻ, കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും മന്ദമാരുതൻ ഈ ഗ്രന്ഥത്തിൻ്റെ അപദാനങ്ങളുടെ സൗരഭ്യത്തോടെ സഞ്ചരിച്ചു എന്ന് പറയുന്നുണ്ട്. വളരെ ശരിയാണ്. ഈ ഗ്രന്ഥം ഉണ്ടായ കാലം മുതൽ പിന്നെ പണ്ഡിതന്മാർ ഇതിന് ശർഹ് എഴുതുന്നതും ഇതിന് ഹാഷി എഴുതുന്നതും വലിയൊരു സൗഭാഗ്യമായിട്ടാണ് കരുതി പോന്നിട്ടുള്ളത്. തഫ്സീറിൻ്റെ ലോകം സമ്പന്നമാണ്. ഫൽ ആലമു തഫ്സീർ സരിയും. മുഖദ്ദിമയിൽ പറയാം, ബിഫദ്ലില്ലാ, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ തഫ്സീറിൻ്റെ ലോകം